യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ചിലരുടെ പ്രസംഗങ്ങൾ നാം എപ്പോഴും ഓർത്തിരിക്കും. വലിയ കഴിവുകളോ സാമർഥ്യമോ ഒന്നുമില്ലെങ്കിൽ പോലും കേൾവിക്കാരുടെ മനസ്സിനുള്ളിലേക്ക് കടന്നു കയറത്തക്ക രീതിയിലുള്ള ആശയങ്ങളും ഉപദേശങ്ങളുമൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകുകയില്ല. ഇത് പറയുമ്പോൾ തന്നെ ആരുടെയൊക്കെയോ മുഖം ഇപ്പോൾ തന്നെ മനസ്സിൽ വന്നില്ലേ? അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായം 24 മുതൽ 28 വരെ വായിക്കുമ്പോൾ ഇതുപോലെ വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പൊല്ലോസ് എന്ന ഒരു യഹൂദനെ പറ്റി പറയുന്നുണ്ട്. അലക്സന്ദ്രയിൽ ജനിച്ച ഒരു യഹൂദനായിരുന്നു അദ്ദേഹം. തൻ്റെ താലന്തുകൾ ദൈവവേലയ്ക്കായി ഉപയോഗപ്പെടുത്തിയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഗ്രന്ഥകാരൻ പറയുന്നത്, കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനും തിരുവെഴുത്തുകൾ, അതായത് പഴയ നിയമത്തിൽ സാമർഥ്യമുള്ളവനുമായിരുന്നു എന്ന്. ഒരു ഉപദേഷ്ടാവ് എന്ന് തന്നെ നമുക്ക് പറയാം. മാത്രവുമല്ല, ആത്മാവിൽ എരിവുള്ളവനായി യേശുവിനെ പറ്റി സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്ന്. എന്നാൽ ഒരു കാര്യം ഗ്രന്ഥകാരൻ ഊന്നി പറയുന്നത്, അപ്പൊല്ലോസിന് സ്നാപയോഹന്നാന്റെ സ്നാനത്തെപ്പറ്റി മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ എന്ന്. അതായത് അദ്ദേഹം യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്നു കാണണം. യോഹന്നാൻ സ്നാപകൻ ചുരുക്കമായേ യേശുവിനെ പറ്റി അറിഞ്ഞിരുന്നുള്ളൂ. അത്രയും അറിവേ യേശുവിനെ പറ്റി അപ്പൊല്ലോസിനും അറിയാമായിരുന്നുള്ളൂ. യേശു മരിച്ചതും ഉയർത്തതും പെന്തക്കോസ്ത് അനുഭവവും സഭസ്ഥാപനവും സ്വർഗാരോഹണവും ഒന്നും തന്നെ അപ്പൊല്ലോസിന് അറിവില്ലായിരുന്നു കാണണം. തനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ അത് അദ്ദേഹം മടി കൂടാതെ ഉറപ്പോടെ വ്യക്തതയോടെ സിനഗോഗിൽ പ്രസംഗിച്ചു. ഇന്നും ക്രിസ്തുവിനെ പറ്റി പൂർണ്ണമായ അറിവില്ലാതെ പ്രസംഗിക്കുന്നവരുണ്ട്. ഒരു പുസ്തകം കാൽഭാഗം മാത്രം വായിച്ച് മനസ്സിലാക്കിയവർ അതിൽ പറഞ്ഞത് മാത്രമേ പ്രസംഗിക്കുവാൻ കഴിയൂ. എന്നാൽ പുസ്തകം മുഴുവൻ വായിച്ചവനെ പൂർണ്ണമായി ആ പുസ്തകത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയൂ. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മശിഹ ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തു തന്നെയാണ് ഈ യേശു. യേശു ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ആകയാൽ മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതായിരുന്നു അപ്പൊല്ലോസിന്റെ പ്രസംഗം. പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഒരിക്കലുമില്ല, സത്യമാണ്. എന്നാൽ അതിൽ പൂർണ്ണതയില്ല. തൻ്റെ പ്രസംഗം കേട്ട് അനേകർ മാനസാന്തരപ്പെട്ടു പലയിടത്തും. എന്നാൽ ഇപ്പോൾ താൻ എഫേസോസിലെ സിനഗോഗിൽ ഇതേ പ്രസംഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേൾവിക്കാരിൽ അക്കുല്ലാസും പ്രിസ്കില്ലയും ഉണ്ടായിരുന്നു. പ്രസംഗം കേട്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് ഇതിനെപ്പറ്റി പൂർണ്ണമായ അറിവില്ല എന്ന്. അവരതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതാണ് നാം ഇന്ന് പഠിക്കേണ്ടിയിരിക്കുന്നത്. ഇന്ന് പ്രസംഗമധ്യേ വന്നുപോയ ഒരു ചെറിയ തെറ്റ് ഓഡിയോ ക്ലിപ്പായും വീഡിയോ ക്ലിപ്പായും പ്രസംഗിച്ച വ്യക്തിയെ സോഷ്യൽ മീഡിയ മുഖേന നാണം കെടുത്തുന്ന ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് ആർക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്? പിന്മാറ്റത്തിലേക്ക് കുറെ പേരെ കൂടി ചേർക്കുന്നു, അത്രമാത്രം. ഒന്നാമതായി അക്വിലാസും പ്രിസ്കില്ലയും തെറ്റാണ് പ്രസംഗിക്കുന്നത് എന്ന് മനസ്സിൽ ആക്കി എന്നതാണ്. അതിനുള്ള അറിവും പരിജ്ഞാനവും അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല, നല്ല പ്രാഗൽഭ്യത്തോടെ ആത്മാർത്ഥതയോടെ പ്രസംഗിക്കുന്നത് കണ്ട് തെറ്റായാലും അത് സാരമില്ല എന്നവർ ഒരിക്കലും കരുതിയതുമില്ല. അവർ എന്നിട്ട് എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. പ്രസംഗിച്ചുകൊണ്ടിരിക്കെ താൻ പറയുന്നത് തെറ്റാണ് എന്നവർ വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തെ നാണം കെടുത്തിയില്ല. ശ്രദ്ധയോടെ മുഴുവൻ കേട്ടു. തങ്ങളെ പഠിപ്പിച്ച പൗലോസിന്റെ അടുക്കൽ ഇവനെ കൊണ്ടുപോയി ഈ തെറ്റൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കാം എന്നും അവർ ചിന്തിച്ചില്ല. കാരണം തങ്ങൾക്കത് കൃത്യമായി അറിയാം. തെറ്റ് തിരുത്തി കൊടുക്കുവാനുള്ള കഴിവ് തങ്ങൾക്കുണ്ട്. അതിനുള്ള ഉത്തരവാദിത്വം അവരിലുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു. അത്രയുമല്ല, അവിടെ കൂടിയിരുന്നവരോട് ഇയാൾ പറയുന്നതൊക്കെ തെറ്റാണ്, അതങ്ങനെയല്ല എന്നൊന്നും അവർ പറഞ്ഞതുമില്ല. അപ്പൊല്ലോസ് എന്ന ഉപദേഷ്ടാവിന്റെ കഴിവുകൾ മനസ്സിലാക്കി അവനെ അനാദരിക്കാതെ, അവന് ലജ്ജ വരുത്താതെ നേരെ അവന്റെ അടുക്കലേക്ക് തന്നെ അവർ പോയി. പരസ്യമായല്ല, രഹസ്യമായി അവർ അത് കൈകാര്യം ചെയ്തു. ഈ ദമ്പതികൾ അപ്പൊല്ലോസിനെ ചേർത്തുകൊണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം വീട്ടിലേക്ക് കൊണ്ടുപോയി. എത്ര മൃദുവായിട്ടും സൗമ്യതയുമായിട്ടുള്ള സമീപനമാണ് അവർ ചെയ്തത്. തെറ്റിനെ വിമർശിക്കാതെ കർത്താവിൻ്റെ മാർഗത്തെ അധികം സ്പഷ്ടമായി അവർ അവന് ഉപദേശിച്ചു കൊടുത്തു എന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. എതിർക്കുന്നതിന് പകരം താൻ അറിഞ്ഞ സത്യത്തിൽ അവനെ പണിതെടുത്തു.
ഇനി അപ്പൊല്ലോസിനെ നമുക്കൊന്ന് പഠിച്ചാലോ? നാളിതുവരെ തന്റെ പ്രസംഗത്തെപ്പറ്റി ആരും ഒരിടത്തും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അനേകർ മാനസാന്തരപ്പെടുകയും ചെയ്തു. ദൈവവചന പരിജ്ഞാനം തന്നിൽ ഉണ്ടായിരുന്നു, ഉപദേഷ്ടാവെന്ന പദവിയും. എന്നാൽ തനിക്കെല്ലാം അറിയാമെന്ന ഭാവം അവനൊട്ടും ഇല്ലായിരുന്നു. തെറ്റ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അത് സ്വീകരിക്കാൻ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന് കാരണം അദ്ദേഹം ഒരു സത്യ അന്വേഷി ആയിരുന്നു എന്നതാണ്. ഇന്നും സത്യം അന്വേഷിക്കുന്നവരെ നേർവഴിയിലേക്ക് നയിക്കാൻ ദൈവം പലരെയും പലയിടത്തും ഉപയോഗിക്കും. തുടർന്ന് അപ്പൊല്ലോസ് അവിടെ നിന്ന് അഖായയിലേക്ക് പോയി. പുതിയ സ്ഥലത്ത് തൻ്റെ പഴയ പ്രസംഗമല്ല, തനിക്ക് ലഭിച്ച പുതിയ അറിവിനനുസരിച്ച് അദ്ദേഹം പ്രസംഗിച്ചു. ദൈവകൃപയിൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമുള്ളവനായി തീർന്നു. അക്കിലാവിൽ നിന്നും പ്രിസ്കില്ലയിൽ നിന്നും പഠിച്ചത് പ്രയോജനപ്പെടുത്തിയ ഒരു ശിഷ്യൻ. യേശു തന്നെ ക്രിസ്തുവെന്ന് തിരുവെഴുത്തുകളാൽ യഹൂദന്മാർക്ക് അദ്ദേഹം കൂടുതൽ സ്പഷ്ടമായി തെളിയിച്ചു കൊടുത്തു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, തിരുത്താനും തിരുത്തിക്കൊടുക്കാനും ശ്രമിച്ചപ്പോൾ അത് വളരെ കൃത്യതയോടെ, ബുദ്ധിയോടെ, വിവേകത്തോടെ ചെയ്തതിനാൽ ഒരു ക്രിസ്തു ശിഷ്യൻ പ്രയോജനമുള്ളവനായി, അതായത് കൂടുതൽ പ്രയോജനമുള്ളവനായി മാറി. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. തനിക്ക് ലഭിച്ച താലന്തുകൾ ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുന്നവരെ ദൈവം എക്കാലത്തും ഉപയോഗിക്കും. തെറ്റാണ് അവർ പഠിപ്പിക്കുന്നതെങ്കിലും ശരി പറഞ്ഞു കൊടുക്കാൻ ആരെയെങ്കിലും ദൈവം നിയോഗിക്കും. തിരുത്തുവാൻ, തിരുത്തപ്പെടാൻ തയ്യാറാകുന്ന പക്ഷം അധിക ഫലം നമ്മിൽ നിന്നുണ്ടാകും. അതിനായി പുതിയ അറിവുകൾ, വെളിപ്പാടുകൾ ലഭിപ്പാൻ പ്രാർത്ഥിക്കുക, വചനം പഠിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കും എന്ന ഉറപ്പോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.